ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിഗി. ആൻഡ് ഇന്ന് ഞാൻ ഇന്ന് ഞാൻ പിഗിയാണ് ഗൈസ് കളിക്കുന്നത്. സോ പിഗിയിലൊരു പുതിയ സീസൺ വന്നിട്ടുണ്ട്. ആൻഡ് എനിക്കിനിയിപ്പം 6 എനിക്ക് അൺലോക്ക് ചെയ്യാനുണ്ട്. സോ ഇപ്രാവശ്യം ഞാൻ അൺലോക്ക് ചെയ്തിരിക്കുന്നു ഗൈസ്. 10 ദിവസം എന്തോ ഉള്ളൂ ഇനി. ഓക്കെ, എന്തായാലും നമുക്ക് ഗെയിമിലോട്ട് കിടക്കാം. ഒരു ബോട്ടിലൂടെയാണ് ഞാൻ കളിക്കുന്നത്. ഓക്കെ, ഗെയിം എന്തായി ഗൈസ്? ഞാൻ ക്യാരി ചെയ്ത ഗെയിം എന്തായി ഗൈസ്? ഓക്കെ, എന്തുവാടെ കളിക്കണ? ഫോറസ്റ്റ്. ഓക്കെ, ഫോറസ്റ്റ് എങ്കിൽ ഫോറസ്റ്റ് ഗൈസ്. നമുക്ക് ഫോറസ്റ്റാണ് ഇവർ ചൂസ് ചെയ്തത്. അപ്പം ഞാൻ ഫോറസ്റ്റ് തന്നെ ചൂസ് ചെയ്ത്. ഇപ്പം കാർണിവൽ ചൂസ് ചെയ്ത് ഗൈസ്. അങ്ങനെ പ്ലെയർ മതി. ജാൻഡലിനും പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഗൈസ് പിഗി. പിഗി. ഞാൻ ഗ്രീൻ ബീൻ ഔട്ട്ഫിറ്റാണ് ഇട്ടേക്കണേ. മാറ്റിയില്ല ഇതുവരെ ഗൈസ്. എന്തിന്? ഗ്രോയ ഗാർഡൻ ടീം കിജയ്. നമുക്ക് ബ്ലൂ കീ കണ്ടുപിടിക്കാം. പർപ്പിൾ. ഓക്കെ, ബ്ലൂ ഇരിക്കുന്നു. ബ്ലൂ കീ കിട്ടി. നമുക്ക് പോയി ബ്ലൂ ഡോർ അൺലോക്ക് ചെയ്യാം. എനിക്ക് കുറേ ഇതുള്ളതിൽ ഇന്ന് ഞാൻ പാർട്ട് 1 ഇപ്പോൾ എടുക്കുന്നത്. ഇനി അടുത്ത് പാർട്ടായിട്ട് ഞാൻ വീണ്ടും വീഡിയോ ഇടും ഗൈസ്. എല്ലാ സ്കിന്നും കിട്ടണത് എൻ്റെ. അയ്യോ, ഫാദർ സ്കിന്നാണ് നമ്മൾ. അറിയില്ല എനിക്ക്. ഫാദർ സ്കിന്നാണ് നമ്മൾ. എന്തുകൂടെ വഴിക്ക് ഗ്രീൻ കീ കിട്ടിയില്ല. ഓക്കെ, ഇത് തുറക്കാം. ഫാദർ അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നു. ഒരു കാര്യം ചെയ്യാം ഗൈസ്, 100 IQ മൂവ് ഉപയോഗിക്കാം. അയ്യേ അയ്യോ, ചത്ത് ഗൈസ്, ഞാൻ ചത്ത്. പ്ലീസ് മറ്റേ അപ്പോൾ ഉറപ്പായിട്ടും ചത്ത്. എനിക്കൊന്നും പറ്റൂല ഈ സാധനത്തിൻ്റെ വണ്ടേ കൂടെ ചാവായി. ഭയങ്കര റിസ്ക്കാണ് ഗൈസ്. നമുക്ക് റിസ്ക് എടുത്തേ പറ്റുള്ളൂ. മറ്റേ ഞാൻ രക്ഷപ്പെട്ടു ഗൈസ്. ഫസ്റ്റ് നമുക്ക് അവിടെ എസ്കേപ്പ് ഡോറിൽ റേഞ്ച് ഉപയോഗിക്കാം. കാരണം നമ്മൾ മറ്റേ ഫസ്റ്റ് റോളർ കോസ്റ്ററിൻ്റെ അവിടെ തന്നെ റേഞ്ച് ആദ്യമേ ഉപയോഗിച്ചാൽ മറ്റേ പിഗിക്ക് വന്ന് അവിടെ ക്യാമ്പ് ചെയ്ത് നിൽക്കാൻ പറ്റും. സോ അത് തടയാനായി എൻ്റെ കയ്യിൽ ഗണ്ണുണ്ട്. ഷൂട്ട് ചെയ്തിട്ടാണ് അതിനെ അമ്മച്ചി. കൊല്ലല്ലേ സാറേ, കൊല്ലല്ലേ പ്ലീസ്. സാറേ സാമ്പാറേ പോടാ. ഞാൻ ലാഗ് ആവണേണ്. അതുകൊണ്ടാവാം കുറേ നേരം കൊണ്ട് അവസാനിച്ച് ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നത്. ഇതോ നിൽക്കാണ്ട് ഈ സാധനം എന്ത് ബാക്കിലോട്ട് പോടേ. ട്രാഫിൽ പോയി നില്ലടാ. പോട്ട്. ഓക്കെ, എന്തായാലും അവർ ഇതുവരെ ആ സാധനം ഹാമർ കിട്ടിയില്ല ഗൈസ്. ഹോപ്പ്ഫുള്ളി ഇപ്പം കിട്ടിയിട്ടുണ്ടാവും. പോടാ. ഇത് ബോട്ടാണോ? അല്ല. ഇത് ബോട്ടല്ലേ, ഇത് പ്ലെയറാണ്. മറ്റേ ജാൻഡിലല്ലേ പിഗി. -3 minutes. ഇനി 3 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ എനിക്ക് ബിൽഡ് മോഡിൽ ഒരു ഡെക്കറേഷൻ കിട്ടും. എന്തായാലും അത് സ്കിന്നാണ് എക്വിപ്പ് ചെയ്തേക്കണമെന്ന് നോക്കിയിട്ടില്ല.
സെൻട്രൽ എക്വിപ്പ് ചെയ്താലേ ഗൈസ് വേണ്ട. മിസ്സസ് പി എക്വിപ്പ് ചെയ്യാം. ഇതാ ബെല്ല എക്വിപ്പ് ചെയ്യണോ? വേണ്ട, മിസ്സസ് പീന തന്നെ മതി ഗൈസ്. എന്തായാലും ഞാൻ മിസ്സസ് പീന എക്വിപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനല്ല വെക്സ് മൈൻക്രാഫ്റ്റിലെ വെക്സ്. ഓ മൈ ഗോഡ്. പന്ത്രണ്ട് 52 ഗൈസ്. 3 റൗണ്ടായിരിക്കും ഞാൻ കളിക്കണേ. ഈ ഒരു റൗണ്ടും കൂടെ കഴിഞ്ഞ് ഞാൻ പോകും ഗൈസ്. ടാറ്റ ബൈ ബൈ. പോവും. ചിലപ്പോൾ അത് 4 റൗണ്ടാക്കും, ചിലപ്പോൾ 3 റൗണ്ടായിരിക്കും. നല്ല മൂഡിലാണെങ്കിൽ ഞാൻ 4 റൗണ്ട് കളിക്കും. കാരണം എനിക്ക് ഒന്നാമത് പനിയാണ് ഗൈസ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം ഒരുമാതിരി അടഞ്ഞിരിക്കുകയാണ്. എനിക്ക് സംസാരിക്കാൻ പോലും വയ്യ ഗൈസ്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഒക്കെ ഇട്ട് എനിക്ക് നിങ്ങളൊരു ലൈക്ക് പോലും തരില്ല. അയ്യോ, ക്രാക്സി കോർഡ് അവസാനം എന്തിനാ ഇത്? ഇതിനകത്ത് കയറുക, മോളിൽ പോകുക, വല്ലതും ഒന്നുക. ഇല്ല, ഒന്നുമില്ല. ഓടുക, വീണ്ടും ഓടുക. ഓ, അവന് കിട്ടും. അങ്ങനെയില്ല. ഇപ്രാവശ്യം ഞാൻ ഒന്നും ചെയ്യില്ല ഗൈസ്. എനിക്ക് അതൊന്നും ചെയ്യാൻ സമയം തരില്ല. ഗണ്ണ്. എനിക്ക് ഗണ്ണ് കിട്ടി. അയ്യോ, എൻ്റെ ഇയർഫോൺ ഊരിപ്പോയി താഴെ. ഓക്കെ, ഇനി നമുക്ക് ഓടിപ്പോയിട്ട് കോഡ് എടുക്കാം. കോഡും കൂടെ മതിയാവും ഗൈസ്. കാരണം അവരെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞ് 1 മിനിറ്റിൻ്റെ അകത്ത് നമുക്ക് ജയിക്കാൻ പറ്റുമോ ഗൈസ്? ഒമ്പത് മിനിറ്റിൻ്റെ അകത്ത് ജയിക്കാൻ പറ്റുമെന്ന് നോക്കാം. അല്ല, 1 മിനിറ്റിൻ്റെ അകത്ത് ജയിക്കാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. ക്രാക്സ് കോഡ് ക്യാമ്പ് ചെയ്യണം. അല്ല, അയ്യോ, ഇനിയും ഉണ്ടോ ഹാമർ? Tier 6 അൺലോക്ക് ആയി ഗൈസ്. ഇനി ഹാമർ ഉണ്ട് ഗൈസ്. ഹാമർ അവർ കണ്ടുപിടിക്കണം. മഞ്ഞ കീ കണ്ടുപിടിക്കണം ഫസ്റ്റ്. ചത്തേ, അവള് ചത്ത്. ഇല്ലാത്തുണ്ടോ ഗൈസ്? ഇല്ല ഗൈസ്, ഇല്ല. പേടിച്ചു പോയി ഗൈസ്. മഞ്ഞ കീ കാണാനില്ല. എന്നെ കാണാൻ പറ്റൂല എനിക്ക്. ഓ, അവന് കിട്ടി ഗൈസ് മഞ്ഞക്ക്. ഹാമർ. അയ്യോ, ചാവല്ലേ പ്ലീസ്. എൻ്റെ ജോയ്സ്റ്റിക്ക് സ്റ്റക്കായി പോയി ഗൈസ്. നീ ഇപ്പം ചാവും. പെട്ടെന്ന് തുറയടാ. ഓക്കെ, ജയിച്ചു. അമ്മേ, ഇപ്പം ചത്തേനെ ഗൈസ്. ഞാൻ ലാഗായി ഒരു വിധം പറ്റി. ഓക്കെ, ഈ സാധനം നമുക്ക് ക്ലെയിം ചെയ്യാം. നെക്സ്റ്റ് എനിക്ക് തോന്നണ ക്ലൗണിയാണോ ഗൈസ്? അത് ക്ലൗണിയാണോ? കണ്ടിട്ട് ക്ലൗണിയുടെ മറ്റേ ഇത് കമ്പ് പോലെ ഇരിക്കുന്നു ഹാമർ. മറ്റേത് ബണ്ണിയാണ്. ക്രോസ് ബോ ഉണ്ട്. എന്തായിരിക്കും ഗൈസ്? ഓക്കെ, എന്തായാലും ഞാനിപ്പോൾ 3 റൗണ്ട് കളിച്ചെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ചും കൂടെ കളിക്കണമെന്നുണ്ട് ഗൈസ്. എന്തായാലും 3 മിനിറ്റ് ആയി കാണും. ഒരു റൗണ്ട് കൂടെ കളിക്കാം. അത് കഴിഞ്ഞ് ഞാൻ എഡിറ്റിംഗ് ചെയ്യും. എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യും. പോസ്റ്റ് ചെയ്തിട്ട് വീണ്ടും പാർട്ട് 2 എടുക്കും. പാർട്ട് 2 എടുത്തിട്ട് അല്ല, 3 റൗണ്ട് ആയില്ലേ? ഇതാണ് 3ാമത്തെ റൗണ്ട്. ഓക്കെ, ഞാൻ സെൻട്രൽ എന്ന അഴുക്ക സെന്റിപ്പീഡ് ആണ് ഞാൻ ആവാൻ പോകുന്നത്. ഈ സെൻട്രലിന് ഇഷ്ടമല്ല ഗൈസ്. ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആണ് സാധനം. കാണുമ്പോഴേ ഡിസ്കസ്റ്റിംഗ്. അല്ല, ഓ വെയിറ്റ്, ഞാൻ സെൻട്രൽ അല്ല, ഞാൻ മിസ്സസ് പി ആണ്. മറന്നു പോച്ചേ. ഓ മൈ ഗോഡ്, സോ കൂൾ. കൂട്ടിയിടാം ഗൈസ്. അവർ കീറി വിളിക്കും, എൻ്റെ ചെവിയൊക്കെ അടിച്ചു പോവും. കുഴപ്പമില്ല.
അല്ലേ നിങ്ങളെ ചെവി ഹെഡ്ഫോൺ വെച്ച് കാണല്ലേ ഗൈസ്, ചിലപ്പോൾ ഇത് നല്ല കീറി വിളിക്കും ശബ്ദത്തിൽ. നിങ്ങളെ ചെവിയൊക്കെ ചിലപ്പോൾ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും എൻ്റെ ചെവി അടിച്ചു പോവും ഉറപ്പായും. Jesus Christ. The heck is this? Oh, bruh! എൻ്റെ ജോയ്സ്റ്റിക്ക് ഗ്ലിച്ചായി ഗൈസ്. Not my problem. ചത്തില്ലേ അവൻ? എങ്ങനെ ചാവാത്ത ജോയ്സ്റ്റിക്ക് നല്ല പോലെ ഗ്ലിച്ചാവുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുമോ? ചത്ത് പണിയായിട്ട് തോന്നാടാ നിനക്ക് കളപ്പാട്ടെ. വെന്റി കൂടെ താഴെ പോയിട്ട് എനിക്കെന്ത് പോകാൻ പറ്റില്ല എന്നാ നിങ്ങളിപ്പോൾ കണ്ടു കാണും. ഞാൻ വെന്റി കൂടെ താഴെ ചാടിയത്, പക്ഷേ വെന്റി കൂടെ അപ്പുറത്തെ സ്ഥലത്ത് പോയത്. അത് ഞാൻ ഇനിയും പോകും ഗൈസ്. ഉണ്ടാവും വെന്റിക്കാൻ ചെയ്യാൻ നോക്കിയാൽ അവന്മാർ ഉറപ്പായിട്ടും ചാവും. സോ എവിടെ പോയേ? ഓ ബ്രാ, നീ വിഷമിക്കണ്ട ബ്രോ, ഞാൻ അപ്പുറത്ത് നിന്നോളാം. എന്നിട്ട് അവനെ കൊണ്ടുപോകാം. വട ഷാർക്ക് ബ്രോ, വട ഷാർക്ക് ബ്രോ. കുഴപ്പമില്ല ബ്രോ, ഞാൻ ഇതുവഴി പോകും ബ്രോ. ഹലോ ബ്രോ, പിടിക്ക് ബ്രോ. എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഞാൻ പനിയായിട്ട് ഇത്രയും വീഡിയോ ഒക്കെ എടുത്തു തന്നില്ലേ ഗൈസ്? പ്ലീസ് എനിക്കൊരു ലൈക്കെങ്കിലും തരണം ഗൈസ്, പ്ലീസ്. ഞാൻ പാവമല്ലേ? ഓക്കെ, എന്തായാലും പിന്നെ ഞാൻ പാർട്ട് 2 ആയിട്ട് വീണ്ടും വരാം. എന്നിട്ട് നമുക്ക് ഈ സാധനങ്ങൾ ഫുൾ അൺലോക്ക് ചെയ്യാൻ നോക്കാം. എന്തായാലും ഈ എപ്പിസോഡിൽ ഞാൻ ഒരു ഐറ്റം അൺലോക്ക് ചെയ്ത് ഞാൻ വീണ്ടും ഒന്നും കൂടെ വീഡിയോ എടുത്തിട്ട് ഞാൻ അടുത്ത സാധനങ്ങളും എല്ലാം അൺലോക്ക് ചെയ്യാൻ നോക്കാം ഗൈസ്. ഓക്കെ, എന്തായാലും അതുവരേക്കും ബൈ ബൈ.